എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം. യോഹന്നാൻ 6:51. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിത ഭാഗധേയം എന്താണെന്ന് വ്യക്തമാക്കാനാണ് കർത്താവ് ഈ ഭാഗത്ത് ശ്രമിക്കുന്നത്. മനോഹരമായതും അർത്ഥപൂർണതയുമായ ഒരു യുക്കറിസ്റ്റിക് മിസ്റ്ററിയാണ് ദൈവം നമ്മളോട് പറയുന്നത്. മരണത്തെ തോൽപ്പിച്ച് അതിജീവിക്കുക എന്നതാണ് വിശ്വാസിയുടെ ജീവിത ഭാഗധേയം. അമരത്വം പ്രാപിക്കാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യർക്കുമുണ്ട്, എല്ലാ മതങ്ങളിലുള്ളവർക്കുമുണ്ട്. മരണത്തെ ജയിക്കുന്നതിലൂടെ വിശ്വാസി എന്നും ജീവിക്കും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. മരണത്തിൻ്റെ മേലുള്ള ജയം വരിക്കുന്നതിന് വിശ്വാസി ചില പടികൾ ചവിട്ടിക്കയറേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ പടികളെന്ന് യോഹന്നാൻ 6:41 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്നു. 1. യേശുവിനെ ദൈവപുത്രനായി അറിയുക എന്നതാണ്. താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ സമകാലീന യഹൂദർ പലരും അത് വിശ്വസിച്ചില്ല. കാരണം അവരുടെ അറിവിൽ യേശു യോസഫിൻ്റെയും മറിയയുടെയും മകൻ മാത്രമാണ്. അത്തരം പരിമിതമായ അറിവ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ചരിത്ര പരിമിതികൾക്കതീതമായി യേശു പിതാവിനോടുകൂടെ ആദിയിൽ ഇരുന്നവനെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് നിത്യതയുടെ അനുഭവക്കാരായി തീരുന്നതിന് അനിവാര്യമാണ്. 2. പിതാവിൽ നിന്നും ഈ പരിജ്ഞാനം പ്രാപിക്കുന്നവർക്ക് മാത്രമാണ് നിത്യജീവൻ അനുഭവമാകുന്നത്. എല്ലാവരെയും ഈ പരിജ്ഞാനത്തിൽ തികഞ്ഞവരാക്കണമെന്നാണ് പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്നത് യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൻ്റെ സാരാംശമാണ്. പിതാവിൻ്റെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് പുത്രനെ മനുഷ്യനായി അയച്ചത്. പിതാവിനെ ഉള്ളതുപോലെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പുത്രന് മാത്രമേ കഴിയൂ. കാരണം പുത്രൻ മാത്രമാണ് പിതാവിനെ കണ്ട് അറിഞ്ഞിട്ടുള്ളത്. ദൈവത്തെ വെളിപ്പെടുത്തിയ പഴയ നിയമ വെളിപ്പാടുകൾ ഭാഗികമായിരുന്നു. അവയുടെ പൂർണ്ണത അറിയുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. പഴയ നിയമ വെളിപ്പാടുകളുടെ ഭാഗികത വ്യക്തമാക്കുന്ന ഒരു പ്രതീകമാണ് മന്ന. മരുഭൂമിയിൽ ജനം ജീവൻ നിലനിർത്തേണ്ടതിന് ജീവസന്ധാരണത്തിനായിട്ടാണ് മന്ന നൽകപ്പെട്ടത്. എന്നാൽ മരുഭൂമിയിൽ മന്ന ഒരു സ്വർഗീയ ദാനമായി നൽകപ്പെട്ടു എങ്കിലും അത് ഭക്ഷിച്ചവർക്ക് മരണമുക്തി ഉണ്ടായിരുന്നില്ല. മന്ന ഭക്ഷിച്ചവരും മരിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്നുള്ള ദാനമായ സാക്ഷാൽ മന്നയായ യേശുവിനെ ഭക്ഷിക്കുന്നവർക്ക് മരണത്തിനും അതീതമായ ജീവനുണ്ട്. ഓരോ വിശ്വാസിയും യെശുവിനെ ദൈവപുത്രനായി വിശ്വസിച്ച് നിത്യതയുടെയും അമർത്യതയുടെയും ജീവിത ഭാഗധേയം അവകാശമാക്കിയെടുക്കണം. മൂന്നാമത്തെ ഒരു ചിന്ത, യേശുവിനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കുന്നതിൻ്റെ അടയാളം അവൻ്റെ മാംസത്തിൻ്റെ ഓഹരി പറ്റുന്നവരായി അവൻ്റെ മാംസം ഭക്ഷിക്കുന്നതിലൂടെയാണ്. യാഗാർപ്പണത്തിൻ്റെ ഭാഷാശൈലിയാണ് യേശു ഇവിടെ ഉപയോഗിക്കുന്നത്. യാഗാർപ്പണം നടത്തുന്ന വ്യക്തി യാഗവസ്തുവിനെ ഭക്ഷിക്കുമ്പോൾ ഏതൊരു ദേവതയ്ക്കാണോ ആ യാഗം അർപ്പിച്ചത് ആ ദേവതയാണ് അല്ലെങ്കിൽ ആ ദേവതയെയാണ് ഉള്ളിൽ സ്വീകരിക്കുന്നതെന്നായിരുന്നു അന്ന് അവരുടെ ചിലരുടെ ഇടയിൽ നിലനിന്നിരുന്നൊരു വിശ്വാസം.
തൻ്റെ ശരീരത്തെ യേശു യാഗമായി അർപ്പിച്ചു. അത് പിതാവിൻ്റെ സന്നിധിയിലുള്ള വിശുദ്ധമായ അർപ്പണമായിരുന്നു. സകല മനുഷ്യർക്കും നൽകാൻ വേണ്ടിയുള്ള അർപ്പണമായാണ് യേശു തൻ്റെ ശരീരത്തെ അർപ്പിച്ചത്. പിതാവ് പൂർണ്ണമായി വാസം ചെയ്ത പുത്രന്റെ ശരീരത്തിൽ പങ്കാളികളാകുന്നതിനാൽ യേശുവിൻ്റെ ജീവൻ ആരാധകരിൽ വസിക്കുന്നു. അതിൻ്റെ അർത്ഥം മരണമില്ലാത്ത യേശുവിൻ്റെ ജീവനിൽ വിശ്വാസി പങ്കുകാരനാകുന്നു എന്നതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ ദർശനവും കാഴ്ചപ്പാടുകളും തന്നെ കൈക്കൊള്ളുന്ന ഓരോ മനുഷ്യരിലും വസിക്കുമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. തൻ്റെ ശരീരം ഭക്ഷിക്കുകയും തൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസിക്ക് മരണശക്തികളെ വെല്ലാനുള്ള പുനരുത്ഥാന ശക്തി അനുഭവമാകും എന്ന് കർത്താവ് തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ വിശുദ്ധ സംസർഗത്തിൽ അംശികളാകുമ്പോൾ നമുക്ക് ഒരു കർമ്മ ആചാരത്തിൻ്റെ അപ്പുറമായി നിത്യതയുടെ നിരന്തര സ്വാംശീകരണം നമ്മിൽ ലഭിക്കുന്നുവോ അല്ലെങ്കിൽ നമ്മളതിനെ ഉൾക്കൊള്ളുന്നുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യാഗവസ്തുവായ യേശുക്രിസ്തുവിൻ്റെ മാംസ ശരീരങ്ങൾ ഉൾക്കൊണ്ട് ക്രിസ്തുവിലേക്ക് താതാത്മ്യപ്പെട്ട് വളർത്താൻ നമ്മുടെ ആചരണങ്ങൾക്ക് കഴിയണം. നാം അതിന് സ്വയം നമ്മെ തന്നെ അനുവദിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ അത് ഉൾക്കൊള്ളണം എന്ന് പഠിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വീകരിക്കുന്ന അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരമായും രക്തമായും അനുഭവവേദ്യമാകുന്നത്. ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ തലയോളം വളരാൻ, നിത്യതയുടെ അവകാശികളായിത്തീരാൻ ഈ ഒരു ശാരീരിക കൂട്ടായ്മയിൽ ക്രിസ്തുവിനോടൊപ്പം നിലനിൽപ്പാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹം നിറഞ്ഞ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് പുതിയ ഒരു പകലിലേക്ക് പ്രവേശിപ്പാൻ അവിടുന്ന് ഇട നൽകിയല്ലോ. അതിൻ്റെ സാധ്യതകൾക്കായി സ്തോത്രം. ഇന്നിൻ്റെ നന്മകൾ അനുഭവിപ്പാനും ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ സജീവമായി നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ കരുതലുള്ള കരം പ്രിയപ്പെട്ടവരോട് കൂടെ ഇരുന്ന് ഇടറിപ്പോകാതെ ഉറച്ച മനസ്സോടും ഉറച്ച കാൽവയ്പ്പോടും ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.